വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും തന്നെ വിടുവിച്ച ദൈവത്തെക്കുറിച്ച് ദാവീദ് പറയുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സങ്കീർത്തനം 18:2. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവം തന്നെയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? സങ്കീർത്തനം 62:8, ജനമേ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുൻപിൽ പകരുവീൻ, ദൈവം നമുക്ക് സങ്കേതം ആകുന്നു. ഗോഡ് ഈസ് അവർ റെഫ്യൂജ്. ദൈവം നമ്മുടെ സങ്കേതമാകിയാൽ നാം അവനിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ മഹത്വത്തെ വിവരിച്ചുകൊണ്ട് മോശ പറയുന്നത്, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ആവർത്തനം 33:27. സങ്കേത നഗരമായി 6 പട്ടണങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്ക് നിശ്ചയിച്ച് നൽകിയിരുന്നതായി സംഖ്യാപുസ്തകം 35:6 യോശുവ 22:3 വാക്യങ്ങളിലും വായിക്കുന്നുണ്ട്. അതായത്, ഒരുവൻ അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ അവന് ഓടിപ്പോയി രക്ഷപ്പെടുവാനുള്ള സങ്കേതമായിരുന്നു ഈ പട്ടണങ്ങൾ. ഈ സങ്കേത നഗരത്തിൽ പാർക്കുന്നിടത്തോളം ശത്രുവിന് അവനെ തൊടുവാൻ കഴിയില്ലായിരുന്നു. ദൈവം എന്ന് നിരപരാധിക്ക് തുണയായി നിന്ന് അവൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്നതാണ് സങ്കേത നഗരങ്ങൾ നിശ്ചയിച്ചതിൽ കൂടി നമ്മെ ഓർപ്പിക്കുന്നത്. ഇതേ വിധത്തിൽ ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് വിടുതൽ നൽകുന്ന സങ്കേതമാണ് നമ്മുടെ കർത്താവ്. ഏത് സമയത്തും നമുക്ക് അഭയം കണ്ടെത്തുവാൻ കഴിയുന്ന സങ്കേത സ്ഥാനം. കൊരവുപുത്രന്മാർ പറയുന്നത്, ദൈവം നമ്മളുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന്. കാരും കോളും നിറഞ്ഞ ഒരു രാത്രിയിൽ കയറിയിരുപ്പാൻ ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് പരവശനായി ടോപ്പ് ലഡി എന്ന വ്യക്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഒരു അഭയസ്ഥാനം കണ്ടെത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ ഓട്ടത്തിനിടയിൽ ഒരു പാറയുടെ പിളർപ്പ് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പിളർപ്പിൽ കയറി കാറ്റിൻ്റെയും മഴയുടെയും ശക്തിയിൽ നിന്ന് ടോപ്പ് ലഡി രക്ഷപ്പെട്ടു. ആ രാത്രിയിൽ പാറയുടെ പിളർപ്പ് തനിക്ക് അഭയസ്ഥാനമായി തീർന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്ത തനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവിങ്കിലേക്ക് തന്നെ നയിച്ചു. ഈ ചിന്തയിൽ നിന്നും ഉടലെടുത്ത പാട്ടാണ് റോക്ക് ഓഫ് ഏജസ് ക്ലബ്സ് ഫോർ മീ എന്ന 84-ാം കീർത്തനം. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കില് രക്തം ജലം പാപത്തെ നീക്കി സുഖം നൽകട്ടെ, മുറ്റം രക്ഷിക്കായെന്നെ, എന്നിലൊരു നിശ്വാസം വേട്ടൻ കൺമങ്ങന്നേരം സ്വലോക ഭാഗ്യം ചേർന്നു നിന്നെ ഞാൻ കാണുന്നു. പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതെ, നമുക്ക് ചുറ്റും കാറ്റും കോളും തിരമാലകളും എല്ലാം ഉണ്ടാവാം. നമ്മുടെ മേൽ ശത്രു തൻ്റെ ശക്തി ഉയർത്തിയേക്കാം. ഭീഷണികൾ ധാരാളം ഉണ്ടാവാം. ഭയപ്പെടേണ്ട. നമ്മുടെ അഭയസ്ഥാനമായി, നമ്മുടെ സങ്കേതമായി കർത്താവ് നമ്മോട് കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് അവനിൽ ആശ്രയിക്കാം. സങ്കീർത്തനം 31:19 വായിക്കുന്നത്, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. അതായത്, തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാർക്കായി നന്മയൊരുക്കുന്ന ദൈവം എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കാതെ നേർവഴി കാണിച്ചു തന്ന് നടത്തിയ ദൈവം എത്ര വലിയ നന്മയാ എനിക്ക് നൽകിയിരിക്കുന്നത്
ഈ നന്മ അനുഭവിച്ചുകൊണ്ട് ദാവീദ് പാടുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തനം 23:6. ജീവിതകാലം മുഴുവൻ നമ്മെ നന്മകളാൽ അനുഗ്രഹിക്കുന്നവനാണ് നമ്മളുടെ കർത്താവ്. തിന്മകൾ ജീവിതത്തിലുണ്ടാവും, എന്നാൽ എണ്ണി നോക്കിയാൽ തിന്മകളല്ല നന്മകൾ എത്ര അധികമായിരിക്കും. മനുഷ്യൽ കൂടി ലഭിക്കുന്ന നന്മകൾക്ക് പരിമിതിയുണ്ട്, എന്നാൽ ദൈവം നൽകുന്ന നന്മകൾക്ക് പരിമിതിയില്ല. അത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവരെക്കുറിച്ച് 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, വാർദ്ധക്യത്തിലും അവൻ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും, അവൻ പുഷ്ടി വെച്ചും പച്ചപിടിച്ചും ഇരിക്കും. അതെ, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, ഓരോ നിമിഷവും നിന്നിൽ മാത്രം ആശ്രയിച്ച് നീ നൽകുന്ന നന്മകൾ അനുഭവമാക്കി ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.